ശൃംഗാരപുരി എന്ന രാജ്യം. രാജ്യത്തെ രാജകുമാരിക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ സകല കലകളിലും പ്രാവീണ്യമുള്ള ഒരാളാവണം തൻ്റെ മകളെ വിവാഹം കഴിക്കേണ്ടതെന്ന് രാജ്ഞിയും കൂടുതൽ സമ്പത്തുള്ള ഒരു രാജാവിനെയാണ് വിവാഹം കഴിക്കേണ്ടതെന്ന അഭിപ്രായത്തിൽ രാജാവും ഉറച്ചു നിന്നു. ഇവർ തമ്മിലെ ഈ അഭിപ്രായ വ്യത്യാസം കൊണ്ട് തന്നെ രാജകുമാരിയുടെ വിവാഹം നീണ്ടുപോയി. ക്ഷമകെട്ട രാജാവ് ഒരു പരസ്യമിറക്കി. അതിങ്ങനെയായിരുന്നു: കാളി ക്ഷേത്രത്തിന്റെ നടയിൽ വലിയ ഒരു ചെമ്പുപാത്രത്തിൽ എണ്ണ തിളച്ചു കിടക്കും. അതിൽ ചാടി ജീവനോടെ തിരികെ വരുന്നയാൾക്ക് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കും. രാജാവിന്റെ ഭ്രാന്തെന്നല്ലാതെ എന്തു പറയാൻ? സ്വന്തം ജീവൻ കളയാൻ ആരു വരും? ആളുകൾ പരസ്പരം പറഞ്ഞു. വിക്രമാദിത്യന്റെ ഉപദേഷ്ടാവായ ശൂരസേനനാണ് ഈ കഥ വിക്രമാദിത്യനോട് പറഞ്ഞത്. ഇതറിഞ്ഞ ഉടൻ വിക്രമാദിത്യൻ ശൃംഗാരപുരിയിലേക്ക് പുറപ്പെട്ടു. കാര്യം ശരി തന്നെയായിരുന്നു. കാളി ക്ഷേത്ര നടയിൽ വലിയ ഒരു ജനക്കൂട്ടമായിരുന്നു വിക്രമാദിത്യൻ അവിടെ എത്തിയപ്പോൾ കണ്ടത്. ഒരു വലിയ പാത്രത്തിൽ എണ്ണ തിളച്ചു മറിയുന്നുണ്ട്. വിക്രമാദിത്യൻ ക്ഷേത്രകുളത്തിൽ സ്നാനം ചെയ്ത് ദേവിയെ തൊഴുത് അത്രയധികം ആളുകൾ നോക്കി നിൽക്കെ തിളച്ച എണ്ണയിലേക്ക് ചാടി. ദേവീപ്രീതി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വിക്രമാദിത്യന് ഒന്നും സംഭവിച്ചതുമില്ല. മഞ്ഞുറഞ്ഞ തടാകത്തിൽ നീന്തുന്ന പോലെ അദ്ദേഹം ആ തിളച്ച എണ്ണയിൽ നീന്തി കുളിച്ചു. ആളുകൾ ആരാണ് ഈ വീരപരാക്രമി എന്ന് അന്വേഷിച്ചു നടന്നു. പിന്നീടാണ് അത് സാക്ഷാൽ വിക്രമാദിത്യനാണെന്ന് അറിഞ്ഞത്. രാജാവിന് അതിയായ സന്തോഷം തോന്നി. അദ്ദേഹം തൻ്റെ രാജ്യവും രാജകുമാരിയെയും വിക്രമാദിത്യന് നൽകാൻ തയ്യാറായെങ്കിലും ദാനപ്രിയനായ വിക്രമാദിത്യൻ തനിക്ക് കിട്ടിയ വിലയേറിയ സമ്മാനങ്ങളെല്ലാം തൻ്റെ ഉപദേഷ്ടാവ് ശൂരസേനന് നൽകുകയായിരുന്നു.